C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ പാത്രം കറക്കി തീരുമ്പോ നമ്മൾ ഇവിടെ തലചുറ്റി വീഴും ആശാനെ. തിരുമേനി, എന്റെ മക്കളെ ആശീർവദിച്ച് അകത്തേക്ക് കയറ്റിക്കോളൂ. ഭാര്യയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറിക്കൊള്ളൂ. എന്താ മോനെ, തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? എനിക്കറിയാം, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിലൊന്നും വലിയ വിശ്വാസം കാണില്ലെന്ന്. അനുഭവം ഗുരു. എങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതിയ എന്റെ മോനെയും മരുമോളെയുമാ ഈശ്വരൻ എന്റെ മുന്നിൽ വീണ്ടും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇത് അമ്മയുടെ ആഗ്രഹമായിട്ട് കണ്ടാ മതി. മോൻ മോളുടെ കൈയും പിടിച്ച് അകത്തേക്ക് വാ. ആശാനെ, ചുമ്മാ നോക്കി നിന്ന് രംഗം വഷളാക്കരുത്. ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതിപ്പോ ചെയ്തേ പറ്റൂ. ആശാന്റെ കൈ പിടിച്ചോ? രണ്ടുപേരും വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോളൂ. അകത്തേക്കോ? ആശാനെ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കാതെ വാ, അകത്തേക്ക് കയറാം. അല്ലെങ്കിൽ ഇവർ വിടുന്ന ലക്ഷണമില്ല. ഇനി നിങ്ങളെ രണ്ടുപേരെയും എവിടേക്കും ഞാൻ വിടില്ല. അയ്യോ, അത് നടക്കില്ല. നമുക്ക് തിരിച്ചു പോയേ പറ്റൂ. എന്ന് പറഞ്ഞോ? അതായത് അവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇടയ്ക്ക് വിളിക്കും. അവിടെ പോകുന്ന കാര്യ പറഞ്ഞത്. മാത്രല്ല അവിടെ ഉള്ളവര്
പെട്ടെന്ന് മറക്കാനും പറ്റില്ലല്ലോ. നമ്മളെ രക്ഷിച്ച അവരല്ലേ, അല്ലേ? അതല്ലേ ഇതേതേ ഈ രണ്ട് മുഖങ്ങള്? രണ്ടിന്റെയും മുഖലക്ഷണം അവലക്ഷണാണല്ലോ. ഇത് രഘുവിന്റെ ഭാര്യ രേഖ, അത് അമ്മ രാജലക്ഷ്മി. ആ നമുക്കറിയാം, രേഖ അമ്മ രാജലക്ഷ്മി. എന്തു പറ്റി? മുഖത്തിന് തെളിച്ചില്ലല്ലോ. നമ്മൾ വന്നത് പിടിച്ചില്ലേ? അത് മോള് ഗർഭിണിയായതുകൊണ്ട്. ആ അതിന് മോള് ഗർഭിണിയായതിന് നിങ്ങളുടെ മുഖം എന്താ എങ്ങനെ ഇരിക്കണത്? മോള് ഗർഭിണിയായത് നിങ്ങക്ക് പിടിച്ചില്ലേ? അതല്ല, എന്തോ ഒരു വയ്യായിക, അതാ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആക്ച്വലി വെരി ഹാപ്പി ടു സീ യു. ഞാനും ഇവളും എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ശ്രീലക്ഷ്മിയെ തിരികെ തരണേന്ന്. ആ പ്രാർത്ഥനയുടെ ഫലമാ മോള് വന്നത്. ഈശ്വരൻ പ്രാർത്ഥന കേട്ടു. ഇങ്ങനെയാണ് ഈശ്വരൻ കേൾക്കുന്നെങ്കിലേ ഇനി ഒരു കാര്യം പ്രാർത്ഥിക്കരുത്. അതെ, വളരെ താമസിച്ചല്ലേ ഈശ്വരൻ കേട്ടത്. അതല്ലേ നമ്മൾ വരാൻ താമസിച്ചത്. അതുകൊണ്ട് പറഞ്ഞതാ. ഇതെന്താ ശംഖില് നൂല് കെട്ടിയിട്ടിരിക്കുന്നു? നിന്റെ താലിമാല എവിടെ? ശ്രീലക്ഷ്മി താലിമാല ഇല്ലാതെ ജീവിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.